ആദ്യം നമ്മൾ ചീനിച്ചട്ടി വയ്ക്കുക. ചൂടായി വരുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ശേഷം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കടുകൊന്ന് പൊട്ടിക്കഴിയുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അന്ന് നിറം മാറി നല്ല മുരിഞ്ഞ് വരും. ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. സ്വല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ട് അതിട്ട് കൊടുക്കുക. മീഡിയം സൈസ് സവാള അത് മതി. അരിഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒരു ബ്രൗൺ നിറം ആവുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. ഒരു 4 ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സ്വല്പം മല്ലിയില അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. ഇളക്കി നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇതിനതിൽ തന്നെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. ഒന്നുടച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. സ്വല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കുക. ശേഷം നമ്മളവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് എന്ത് അരി വേണമെങ്കിൽ ഉപയോഗിക്കാം. ബസ്മതി റൈസോ, നമ്മളിവിടെ സാധാ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ബാക്കി വരുന്ന റൈസ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കണം. ആവിയൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞ സമയത്ത് നല്ലോണം നമ്മൾ കുറച്ച് മല്ലിയില മുകളിൽ തൂവി കൊടുക്കുക. നേരെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.